സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് രണ്ട് വിവാദങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്കുള്ളത്. ഒന്ന്, ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു, ലീഗ് മന്ത്രിമാരൊക്കെ അള്ളാഹിൻ്റെ നാമത്തിൽ ചെയ്തില്ല എന്നുള്ളതാണ്. രണ്ട്, വന്ദേ മാതരം മുഴുവൻ പാടിയപ്പോഴും വളരെ ബഹുമാനത്തോടു കൂടി നിന്നു, വന്ദേ മാതരത്തെ അംഗീകരിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അല്ല, അങ്ങനെയൊക്കെ ആലോചിക്കുന്നതിൽ കാര്യമില്ല. ദൈവനാമത്തിൽ എന്നുള്ളത് അതൊക്കെ ആളുകളുടെ വിവരക്കുറവ് കൊണ്ട് പറയുന്നതാണ്. ദൈവം എന്ന് പറയുന്നത് ആരാ? അതിലൊക്കെ എന്താ സംശയമുള്ളത്? ഓരോരുത്തരും കോമൺ ആയിട്ട് ഓരോ വിശ്വാസിയും കോമൺ ആയിട്ട് പറയുന്ന സാധനമാണ് അവരവിടെ അള്ളാഹു, അല്ലെങ്കിൽ അവരുടെ ദൈവം, അത് ഈശോയാണ്. അല്ലെങ്കിൽ പിന്നെ ഹിന്ദു കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം നിരവധി അവർ വിശ്വസിക്കുന്ന ദൈവങ്ങളുണ്ട്. അതിങ്ങനെ വേർതിരിച്ച് പറയുക എന്നുള്ളതല്ല. ഓരോരുത്തരുടെയും വിശ്വാസം അവരുടെ ഹൃദയത്തിനകത്ത് ഉണ്ടാകുന്നതാണ്. ഞാൻ എങ്ങനെയാണ്? ഞാനൊരു മുസ്ലിമാണ്. അള്ളാഹു തന്നെയാണ് ദൈവം എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ വരുന്നത് അള്ളാഹുവാണ്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ വിവാദമാക്കാവുന്ന അത്തരം ആളുകളുടെ ആസ്വാദന മേഖലകളിലെ പ്രശ്നങ്ങളാണ്. ഞാൻ പറഞ്ഞില്ല, അതൊന്നും ഇനി അങ്ങനെ അത്തരത്തിൽ പ്രയോഗനം അല്ല, അത്തരം ചർച്ചകൾ പോലും കൊണ്ടുവരുന്നത് ഒരു പ്രൊഡക്ടിവിറ്റി ഇല്ലാത്ത കാര്യമാണ്. അതൊക്കെ പിന്നെ വേറെ തരം രണ്ട് ചോദ്യമാണ് പിന്നെ വരുന്നത്. ഗവർണറുടെ ഓഫീസിൽ നിന്ന് ചോദിക്കുക, അദ്ദേഹം BJP-കാരനാണോ എന്നോ അല്ലെങ്കിൽ അവരുടെ നോമിനിയാണോ എന്നുള്ളതൊന്നല്ല വിഷയം. അവരും പോലും ചോദിക്കേണ്ടത് രണ്ട് ചോദ്യമാണ്. ഒന്ന്, ദൃഢപ്രതിജ്ഞ ചെയ്യുന്നോ? അതല്ല, നിങ്ങൾ ദൈവനാമത്തിൽ ചൊല്ലുന്നോ എന്നാണ്. വിശ്വാസികളായ ആളുകളൊക്കെ, ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വിശ്വാസിയാണ്, നല്ല വിശ്വാസിയാണ്. അദ്ദേഹം അടക്കമുള്ള ആളുകൾ പറയുന്നത്, വിശ്വാസികളായ ഞങ്ങളൊക്കെ പറഞ്ഞത് ദൈവനാമത്തിൽ എന്നാണ്. അവർ ദൈവനാമത്തിൽ നിന്ന് എഴുതുന്നു. സ്വാഭാവികമായിട്ടും നമ്മൾ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യും.